ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വ്ലോഗ്. അപ്പോൾ നമുക്കിന്ന് കോട്ടയം ലുലു മാൾ വരെ ഒന്ന് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറിലാണ് നമ്മൾ പോകുന്നത്. വാമി ഫ്രണ്ടിലിരിപ്പുണ്ട്. അവൾക്ക് കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, പിന്നെ മടിയിലിരിക്കില്ല. എൻ്റെ സീറ്റിൽ തന്നെ അവൾക്കിരിക്കണം. സീറ്റിലിരുന്നാൽ ചാരി ഇരിക്കില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് ചാരി ഇരുത്തിയതാണ്. അതേ പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു വ്ളോഗ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്, ഭയങ്കര ചമ്മലാണ് ഗൈസ്. പിന്നെ എങ്ങനെയെങ്കിലും എടുക്കാം എന്നോർത്ത് ഞാനിങ്ങനെ ഫോണൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാമ്പാടി എത്തിയിട്ടുണ്ട്. പാമ്പാടി എത്തിയപ്പോൾ ഇത് നോക്ക്, നിങ്ങൾ തന്നെ കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല മഴയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് കോട്ടയം എത്തിയിട്ട് മഴയൊന്നും പെയ്തില്ല, ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലുലു മാൾ എത്താറായിട്ടുണ്ട്. ഇതാണ് ലുലു മാളിൻ്റെ എൻട്രൻസ്. നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കയറുകയാണ്. വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിത് ഇറങ്ങിട്ടോ. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അവൾ കുടയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഇറങ്ങി നടക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അവൾ നടത്താൻ വിട്ടില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പയ്യെ നടക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് എന്താണെന്ന് അറിയില്ല. അവളുടെ മൂഡ് ശരിയാണെങ്കിൽ നമുക്ക് നല്ലപോലെ എല്ലാ സ്ഥലത്തും കയറിയിട്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല കൊളാവും. ഓക്കെ, അങ്ങനെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണാം സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഭാഗമുണ്ട്, നല്ല ഭംഗിയുള്ള കുറേ ഭാഗമുണ്ട്. ജീനിയുടെ ഒക്കെ ബാഗിന് 50% ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാഗ് വാങ്ങിയില്ല. ആക്ച്വലി എനിക്കൊരു ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരെണ്ണം വാങ്ങിയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇങ്ങനെ നോക്കുന്നുണ്ടോ, കുട്ടികളുടെ ഒക്കെ കുറേ ബോട്ടിൽസ് ഉണ്ട്. എല്ലാം നല്ല കളർഫുള്ളാണ്, കണ്ടാൽ തന്നെ കൊതിയാവുന്ന എല്ലാം വാങ്ങാൻ തോന്നും. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ലാതെ സ്റ്റീലുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ്ടോ ലഞ്ച് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ലഞ്ച് ബോക്സ് സ്റ്റീല്, പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ അവളും പയ്യെ ഇറങ്ങി എല്ലാം സെറ്റ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പയ്യെ കരയാനൊക്കെ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കോണും അതുപോലെ തന്നെ ആപ്പിളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് നമുക്ക് കഴിക്കാൻ കൊടുത്തു, പക്ഷെ അവൾ കഴിക്കുന്നില്ല. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ അവൾക്കൊരു കണ്ണട മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ലുലു മാളിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അതുപോലെ തന്നെ കണ്ടോ, അവളുടെ കൈ കിടക്കുന്ന ചെയിനും റിങ്ങും ഈ സ്പെക്സും ഇതെല്ലാം ഒരു സെറ്റാണ്. അതൊക്കെ വെച്ച് അവളെ കുറച്ച് നേരം അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ടും രക്ഷയില്ലെന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് വന്നാൽ പിന്നെ ഫൺ ടൂറിലോട്ട് പോകാമെന്ന് വെച്ചു. ഫൺ ടൂറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അവിടുത്തെ റൈഡ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാർഡ് റീചാർജ് ചെയ്യണം. കാർഡ് എടുക്കണമെങ്കിൽ 700 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ റൈഡിലും ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവക്ക് പറ്റിയ റൈഡുകളൊക്കെ വളരെ കുറവാണ്. വെറുതെ നമ്മൾ കാർഡ് എടുത്താലും അതിൽ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. കുറച്ചുകൂടി വലിയ പിള്ളേർക്കാണെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ കാർഡ് എടുത്തില്ല, പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ കാണാൻ പോയി. അപ്പോൾ അവിടുത്തെ ഒരു വണ്ടിയാണ്. അതിൽ ജസ്റ്റ് കയറിയിരിക്കാം, വണ്ടി സ്ക്രീനൊന്നും അനങ്ങത്തില്ല. ഇതേപോലെ ഈ ബൈക്കും അങ്ങനെ തന്നെയാണ്, സ്ക്രീനൊന്നും അനങ്ങത്തില്ല, ജസ്റ്റ് കയറിയിരിക്കാം. അവൾക്ക് പിന്നെ ഇതൊന്നും അറിയാനുള്ള പ്രായം ആവാത്തത് കൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. അവൾ എല്ലാത്തിലും ഒന്ന് കയറി എല്ലാം കണ്ടതുണ്ട്. ഒരു ട്രെയിൻ പോലത്തെയാണ്, അതും അനങ്ങില്ല. നമ്മളതിൽ ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങണം. അപ്പോൾ ഓരോ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അവളെ എങ്ങനെയോ എടുത്തുകൊണ്ട് പോന്നു, കാരണം അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പോകാൻ നിൽക്കുന്ന സീനാണ് നിങ്ങളെ കാണുന്നത്. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതിൽ കൂടുതലൊന്നും എടുക്കുക അവൾ സമ്മതിച്ചില്ല.